ഹായ് ഫ്രണ്ട്സ്, ബൂനി അനലിറ്റിക്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ഇവിടെ ഡിസ്കസ് ചെയ്യുന്നത് ഡാറ്റ അനലിറ്റിക്സിൽ നമ്മൾ ബിക്വറി ഡാറ്റ അനലിറ്റിക്സിന് വേണ്ടിയിട്ട് ബിക്വറി യൂസ് ചെയ്യുമ്പോൾ കൂടുതലായിട്ട് യൂസ് ചെയ്യുന്ന കുറച്ച് ക്വറീസിനെ കുറിച്ചാണ് നമ്മൾ ഇവിടെ പരിചയപ്പെടുത്തുന്നത്. എന്നാൽ നമുക്ക് നേരെ വീഡിയോയിലേക്ക് കിടക്കാം. ആദ്യമായിട്ട് ഞാനിവിടെ പരിചയപ്പെടുത്തുന്നത് എക്സാക്ട് മാച്ചും പാർഷ്യൽ മാച്ചും. ഈ രണ്ട് മാച്ചിങ് യൂസ് ചെയ്തിട്ട് നമ്മൾക്ക് ഡാറ്റ കണ്ടുപിടിക്കേണ്ടി വരും ചില കോളത്തിൽ നിന്ന്. ഉദാഹരണത്തിന് നമുക്ക് ഒരു കസ്റ്റമറെ @th@gmail.com വരുന്ന കസ്റ്റമർ നമുക്ക് ഒരു കോളത്തിൽ നിന്ന് ഇമെയിൽ ഐ ഡിയിൽ നിന്ന് കണ്ടുപിടിക്കണമെന്ന്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ നമുക്ക് മാച്ചിങ് വെച്ച് സെർച്ച് ചെയ്യേണ്ടി വരും. അതിനു വേണ്ടി ബിക്വറിയിൽ യൂസ് ചെയ്യുന്ന രണ്ട് കമാൻഡുകളാണ്. ഒന്ന് ലൈക്ക് എന്നുള്ള കമാൻഡും മറ്റൊന്ന് ഈക്വൽ എന്നുള്ള കമാൻഡും. ഓക്കെ, ഈ രണ്ട് കമാൻഡും യൂസ് ചെയ്യുന്നത് എവിടെയെന്ന് വെച്ചാൽ വേർഡ് ക്ലോസിലാണ് യൂസ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ നമുക്കൊന്ന് ജസ്റ്റ് ഒരു ഉദാഹരണം എഴുതി നോക്കാം. ഞാനിപ്പോൾ സെലക്ട് ചെയ്യുന്നില്ല. ആദ്യം ടേബിൾ സെലക്ട് ചെയ്തതിനു ശേഷം കോളം സെലക്ട് ചെയ്യുന്നു. കസ്റ്റമർ ഫാർമർ ഡാറ്റ കസ്റ്റമർ. ഇതിൽ നിന്ന് ഞാൻ കസ്റ്റമർ ഫസ്റ്റ് നെയിം മാത്രം എടുക്കും. ഇപ്പോൾ കസ്റ്റമർ ഫസ്റ്റ് നെയിം എടുത്തത് ഇതൊന്ന് റൺ ചെയ്ത് നോക്കാം. അപ്പോൾ നമുക്ക് അതിൽ ഏതെല്ലാം നെയിം ഉണ്ടും ഏകദേശം. ഓക്കെ, ഇനി എനിക്ക് വേണ്ടത് ടീന എന്നുള്ളതിൽ ഈ ലാസ്റ്റ് എൻ എന്ന് വരുന്ന നെയിംസുകൾ, ജെ എന്നുള്ളതിൽ എൻ എന്ന് വരുന്ന നെയിംസുകൾ എനിക്ക് ഇതിൽ ടോട്ടൽ 28 നെയിംസ് ഉണ്ട്. ഇതിൽ എൻ എന്ന് വരുന്ന നെയിമുകളെ എനിക്കൊന്ന് സോർട്ട് ചെയ്തെടുക്കണം. ഓക്കെ, അതിന് വേണ്ടിയിട്ട് ആദ്യം ഞാൻ ഉപയോഗിക്കുന്നത് പാർഷ്യൽ മാച്ച്. ഓക്കെ, വേർ കസ്റ്റമർ ഫസ്റ്റ് നെയിം ലൈക്ക്, പിന്നെ രണ്ട് ഡബിൾ കോട്ട് ഇട്ട് അതിൻ്റെ ഉള്ളിൽ പെർസെൻറ്റേജ് ഇടാം. ഓക്കെ, എന്നിട്ട് NE വീണ്ടും ഒരു പെർസെൻറ്റേജ്, എന്നിട്ട് ഇതൊന്ന് റൺ ചെയ്ത് നോക്കാം. ഇപ്പോൾ കണ്ടില്ലേ, ഇതാ ഈ 28 കസ്റ്റമർ നെയിമിൽ ഫസ്റ്റ് നെയിമിൽ 3 കസ്റ്റമർക്കാണ് NE എന്നുള്ളത്. ഇവിടെ NE എന്ന് നമുക്ക് ലാസ്റ്റ് ജെയിൻ എന്നുള്ള NE ഉണ്ട്, ഇവിടെ ജാനറ്റ് എന്നുള്ള NE ഉണ്ട്, ഡ്യൂന എന്നുള്ളതിൽ NE ഉണ്ട്, ഡ്യൂൺ അതിലും NE ഉണ്ട്. ഓക്കെ, അപ്പോൾ 3 എണ്ണത്തിന് കിട്ടി. ഇത് ഈ ലൈക്ക് യൂസ് ചെയ്തിട്ട് നമ്മൾ സോർട്ടിങ്ങിന് ലൈക്ക് യൂസ് ചെയ്തിട്ട് നമ്മൾ സെർച്ചിങ്ങിന് യൂസ് ചെയ്യുമ്പോൾ ഇതിന് പറയുന്നത് പാർഷ്യൽ മാച്ച് എന്നാണ്. ഈ പാർഷ്യൽ മാച്ചിൽ തന്നെ ഒരു വ്യത്യസ്തമായ രണ്ട് രീതികൾ, ഇതിൽ തന്നെ രണ്ട് രീതിയിൽ നമുക്ക് ഉപയോഗപ്പെടുത്താം. ഒന്ന് പറയുന്നത് ഇതാണ്. ഇതിൽ ഈ ഒരു പെർസെൻറ്റേജ് ഞാൻ ഒഴിവാക്കി, എന്നിട്ട് നമ്മൾ റൺ ചെയ്യുകയാണെങ്കിൽ ആദ്യ ഭാഗത്ത് NE എന്ന് അവസാനിപ്പിക്കുന്ന എന്ന് കിട്ടുന്ന ഡീറ്റെയിൽസ് ഇതിലില്ല. ഓക്കെ, ഇനി ഇത് നേരെ രണ്ടാമത്തെ സെർച്ചിൽ നമ്മൾ എന്താ ഉപയോഗിക്കുന്നത് വെച്ചാൽ അവസാനത്തെ NE. അപ്പോൾ ഇതിൽ നിങ്ങൾക്ക് എന്താണെന്ന് വെച്ചാൽ ഈ ഫസ്റ്റ് പെർസെൻറ്റേജ് ഒഴിവാക്കുകയാണെങ്കിൽ നമുക്ക് NEയിൽ സ്റ്റാർട്ട് ചെയ്യുന്നത് മാച്ച് ചെയ്യുന്നുണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ഇത് കിട്ടുകയുള്ളൂ. ഇനി രണ്ടാമത്തെ ഈ എക്സാമ്പിളിൽ നമ്മൾക്ക് എന്താ കിട്ടിയെന്ന് വെച്ചാൽ ഫസ്റ്റ് നമ്മൾ
പെർസെൻറ്റേജ് കൊടുത്ത് പിന്നെ എണ്ണി ഈ പെർസെൻറ്റേജ് ശേഷം വരുന്ന എണ്ണിയിൽ അവസാനിക്കുന്ന ഡാറ്റകൾ കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ നമ്മൾ ഉപയോഗിക്കുന്നത്. ഇവിടെ ജെയിൻ ഡ്യൂന് എന്നുള്ള രീതിയിൽ കിട്ടും. ഇനി രണ്ട് ഭാഗത്തും കൊടുക്കുകയാണെങ്കിൽ എന്നിന്ന് എവിടെയെങ്കിലും ഒന്ന് എന്നി വരുന്നുണ്ടെങ്കിൽ അതിന് കിട്ടും. ഓക്കെ, ഇനി ഫസ്റ്റ് ഇത് നമ്മൾ മാറ്റിയിട്ട് ഇതൊന്ന് സെർച്ച് ചെയ്തു. ആണോ, സ്റ്റാർട്ടിങ്ങിൽ ജെ എന്ന് വന്ന സ്റ്റാർട്ടിങ്ങിൽ ജെ വന്ന എല്ലാ കസ്റ്റമർ ഫസ്റ്റ് നെയിമും നമുക്ക് കിട്ടി. ഓക്കെ, അപ്പോൾ ഇത്രയാണ് ഈ പാർഷ്യൽ മാച്ചിൽ യൂസ് ചെയ്യുന്നത്. ഇനി നമുക്ക് വേണ്ടത് ഈ ജാക്ക് മാത്രമാണ് വേണ്ടത്, കറക്റ്റ് ജാക്കിന് മാത്രം വേണ്ടി. അപ്പോൾ അങ്ങനെയാണെങ്കിൽ അത് നമ്മൾക്ക് എങ്ങനെ ജാക്കിന് മാത്രം എടുക്കുക എന്നുള്ളതാണ് നോക്കുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ആദ്യം ഞാൻ തന്നെ കോപ്പി ചെയ്തു. ലൈക്ക് എന്നുള്ളതിന് പകരം ഞാൻ എന്താക്കുന്നത്, ഈക്വൽ കൊടുത്തിട്ട് ജാക്ക് ജാക്ക്. ഓക്കെ, ഈക്വലിന് ഫസ്റ്റ് വേർ ക്ലോസിൽ നമ്മൾ ഫസ്റ്റ് നെയിം കോളം നെയിം ദെൻ ഈക്വൽ എന്ന് കൊടുത്തിട്ട് നമ്മൾ എടുക്കുകയാണെങ്കിൽ എക്സാക്ട് മാച്ച് ആയിട്ട് കിട്ടും. ഇത് ഒരു വേർ ക്ലോസിൽ വെറും ഒറ്റ സെർച്ചിങ് മാത്രമല്ല, നമുക്ക് വേണമെങ്കിൽ വേറൊരു കണ്ടീഷനും കൂടി ഓർ എന്നുള്ള കണ്ടീഷൻ വെച്ചിട്ട് വീണ്ടും കസ്റ്റമർ നെയിം കൊടുത്തിട്ട് ഒരു പേഴ്സൺ നെയിം മാച്ചും കൂടി കൊടുക്കുക. കസ്റ്റമർ നെയിം ലൈക്ക് NE ഡബിൾ കോട്ട് ദെൻ പെർസെൻറ്റേജ് മുതൽ NE ഇങ്ങനെ കൊടുത്തു കഴിഞ്ഞാൽ ഈ NE എന്നും കൂടിയുള്ളതും കൂടി നമുക്ക് അവിടെ സെർച്ച് ചെയ്ത് കിട്ടും. നോക്കാണ്ട ജെയിന്, ജാനറ്റ്, ഡ്യൂന്, ജാക്ക്, ഇത്ര നമുക്ക് സെർച്ച് ചെയ്തിട്ട് കിട്ടി. ഇനി അടുത്തത് നമ്മൾ യൂസ് ചെയ്യുന്നതെന്ന് വെച്ചാൽ അടുത്ത കമാൻഡ് ഡിസ്റ്റിങ്ക്റ്റ് യൂസ് ചെയ്യുന്നതെന്ന് വെച്ചാൽ ഇപ്പം ഉദാഹരണത്തിൽ ഇതിൽ ഞാൻ നെക്സ്റ്റ് കമാൻഡ് ഡിസ്റ്റിങ്ക്റ്റ് ആണ്. ഡിസ്റ്റിങ്ക്റ്റ് നമ്മൾ എന്തിനാണ് യൂസ് ചെയ്യുന്നത് വെച്ചാൽ, ഇത് ഉദാഹരണത്തിന് നമ്മൾ ഇപ്പോൾ ഇവിടെ കസ്റ്റമർ ഫസ്റ്റ് നെയിമിന് പകരം ഞാനിവിടെ ഫാർമർ ഡാറ്റ കസ്റ്റമറിൻ്റെ എല്ലാ ഡാറ്റേഴ്സും നമ്മൾ എന്താക്കി ഒന്ന് എടുത്തു നോക്കുക. അപ്പം ഓക്കെ, ഇതില് ഈ കസ്റ്റമർ സിപ്പ് കോഡിൽ നിങ്ങൾ കണ്ടോ ഈ പിൻകോഡ് 22,801, പിന്നെ അതേപോലെ തന്നെ 802 ഉണ്ട്. ഇതെല്ലാം കൂടുതൽ 802 തന്നെ ഒരുപാട് തവണ ഉണ്ട്, 801 കൂടുതൽ തവണ ഉണ്ട്. ഓക്കെ, അപ്പോൾ ഇതിൽ നമുക്ക് ഈ എത്ര വ്യത്യസ്തമായ സിപ്പ് കോഡുകൾ വന്നിട്ടുണ്ട് അത് അറിയാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഡിസ്റ്റിങ്ക്റ്റ് യൂസ് ചെയ്യുന്നത്. ഇത് ഡിസ്റ്റിങ്ക്റ്റ് എല്ലായ്പ്പോഴും കൂടുതൽ സമയത്ത് നമ്മൾ യൂസ് ചെയ്യുന്നത് സെലക്ടിന്റെ പേരാണ്. സെലക്ട് ഡിസ്റ്റിങ്ക്റ്റ് ദെൻ നമ്മൾ എന്താക്കണം, കസ്റ്റമർ സിപ്പ് കോഡ് നോക്കും. കസ്റ്റമർ സിപ്പ് കോഡ് എന്നിട്ട് ഞാൻ ഇതൊന്ന് റൺ ചെയ്യും. കണ്ടോ, ഇതില് ടോട്ടൽ 5 വ്യത്യസ്തമായ സിപ്പ് കോഡുകളാണ് വന്നത്. കസ്റ്റമർ ഓൾ എടുത്തപ്പോൾ കുറെ ഡീറ്റെയിൽസ് ഉണ്ടായിരുന്നു, ഒന്ന് ജസ്റ്റ് അതൊന്നുകൂടി ചെക്ക് ചെയ്ത് നോക്കാം. ഇതിൽ 5 എണ്ണമല്ലോ, 5 വ്യത്യസ്തമായ കോഡുകൾ 22, 801, 802, 821, 11,006, 122, 067, ഇത്ര 5 എണ്ണമുള്ളത്. ഇനി ഇതേ കസ്റ്റമർ സിപ്പ് കോഡ് തന്നെ ഡിസ്റ്റിങ്ക്റ്റ് ഇല്ലാതെ
റിപ്പീറ്റഡ് മാത്രം എടുത്തു. 28 ഡാറ്റാസ് ഉണ്ട് ഉണ്ടല്ലേ. അപ്പോൾ അതിൽ കൂടുതലെണ്ണം റിപ്പീറ്റഡ് ആണ്. അപ്പോൾ റിപ്പീറ്റഡ് ഒഴിവാക്കിയിട്ട് നമുക്ക് ഡിസ്റ്റിങ്ക്റ്റ് ആയിട്ട് മാത്രം കിട്ടാൻ വേണ്ടിയിട്ടാണ് അതങ്ങനെ യൂസ് ചെയ്യുന്നത്. ഇനി നെക്സ്റ്റ് നമ്മൾ പഠിക്കുന്നത് ഇതിൽ ഈസ് നള്ള് ഈസ് നോട്ട് നള്ള്. ഓക്കെ, ഈസ് നൾ ഈസ് നൾ എന്നുള്ള ഇതാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. ഈ കൊറിയാണ് യൂസ് ചെയ്യുന്നത്. ഈ കൊറി യൂസ് ചെയ്യുന്നതന്നെ എന്താന്ന് വെച്ചാൽ ഇവിടെ ഇതിൽ ഈസ് നള്ള് നള്ളുള്ള ഡീറ്റെയിൽസിനെ നമുക്ക് കിട്ടണം. ഓക്കെ, അപ്പോൾ ഇത് ഈസ് നള്ളും ഈസ് നോട്ട് നള്ളും വേർ ക്ലോസിലാണ് കൂടുതൽ യൂസ് ചെയ്യല്. ഓക്കെ, അപ്പോൾ അത് നമുക്ക് നോക്കാം. ഇതിൽ ഞാൻ ഓവർസീ ട്രേഡ് ഇൻഡെക്സ് എന്നുള്ള ഈ ടേബിളാണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ സെലക്ട് ഓൾ ഫ്രം ഓവർസീ കസ്റ്റമർ ഡാറ്റ ഓവർസീസ് ഫാർമർ ഡാറ്റ ഓവർസീസ് ട്രേഡ് ഇൻഡെക്സ് എന്നുള്ള ഇതാണ് ഞാൻ യൂസ് ചെയ്യുന്നത്. ഇതൊന്ന് ജസ്റ്റ് റൺ ചെയ്ത് ഇതിൽ ഏതെല്ലാം കോളങ്ങളുണ്ടെന്ന് നോക്കാം. കൂടുതൽ ഡാറ്റ ഉണ്ടായിരുന്നു അങ്ങനെ ടൈമിങ് എടുത്ത് ഏകദേശം 50 പേജ് ഉണ്ട്. അതിൽ ഏകദേശം ടോട്ടൽ ഡാറ്റ 1,4609 ഡാറ്റാസ് ഉണ്ട്. ഇതിൻ്റെ കോളംസ് സീരീസ്, റെഫറൻസ്, പീരിയഡ്, സ്റ്റാറ്റസ്, യൂണിറ്റ്, മാഗ്നിറ്റ്യൂഡ്, സബ്ജക്റ്റ്, ഗ്രൂപ്പ്, സീരീസ് ടൈറ്റിൽ 1, സീരീസ് ടൈറ്റിൽ 2, സീരീസ് ടൈറ്റിൽ 3. ഞാൻ ഇതിൽ സീരീസ് ടൈറ്റിൽ 3ൽ നള്ള് വരുന്നുണ്ട്. അപ്പോൾ എനിക്ക് വേണ്ടത് ഈ നള്ള് വന്ന ഒരു 3 ഡാറ്റാസ് മാത്രം, ആദ്യത്തെ 3 ഡാറ്റാസ് മാത്രമാണ് എനിക്ക് വേണ്ടത്. അപ്പോൾ ഞാൻ എന്ത് കൊടുക്കുന്നു, വേർസിൽ ആ ഡാറ്റ എനിക്ക് സോർട്ട് ചെയ്യണം. വേർ സീരീസ് ടൈറ്റിൽ 3 അല്ലേ, സീരീസ് ടൈറ്റിൽ 3 ഈസ് നൾ. ഇത് കൊടുത്ത് എന്നിട്ട് ഇത് ഈസ് നള്ളുള്ള മൊത്തം ഡീറ്റെയിൽസ് എനിക്ക് വേണ്ട. ഞാൻ ലിമിറ്റ് വെച്ചിട്ട് 3 മതി, ലിമിറ്റ് 3 കൊടുത്തു. ഓക്കെ, എന്നിട്ട് ഇതൊന്ന് റൺ ചെയ്ത് അത് നമുക്കറിയാമല്ലോ 3 കിട്ടിയിട്ടുണ്ട്. വേണ്ട ഈ സീരീസ് റെഫറൻസ് അല്ല, സോറി, സീരീസ് സീരീസ് ടൈറ്റിൽ 3 3 നള്ളുള്ളത് നമുക്ക് കിട്ടി. ഇനി ഈസ് നള്ള് അങ്ങനെയാണ്. ഇനി ഈസ് നള്ളല്ല, ഇതിലിപ്പോൾ നേരത്തെ നമ്മൾ നോക്കിയാൽ കണ്ട് ഈസ് നള്ള് സീരീസ് ടൈറ്റിൽ 3 നള്ളുള്ളത് കൊണ്ട് നള്ളില്ലാത്ത ഡാറ്റാസ് ഉണ്ടാവും അതിൽ. അത് മാത്രം വരണമെങ്കിൽ ഞാൻ എന്ത് ഇതിന് പകരം ഈസ് നള്ള് പകരം വന്നത് ഈസ് നോട്ട് നള്ള് എന്നുള്ളത് ഈസ് നോട്ട് നള്ള് എന്നുള്ള കമാൻഡ് വേറെ യൂസ് ചെയ്യും കൊറീസ്. ഓക്കെ, അപ്പോൾ അതൊന്ന് വെച്ചിട്ട് നമുക്ക് ഒന്ന് ചെയ്ത് നോക്കാം. ഒരു എക്സാമ്പിൾ, ഈസ് നോട്ട് നൾ. ഇതേ ഇത് തന്നെയാണ് യൂസ് ചെയ്യുന്നത്. 3 മതി എനിക്ക്, എല്ലാ ടേബിളും വേണം. 3 മതി, പക്ഷെ എല്ലാ ടേബിളും എനിക്ക് വേണം. ഓക്കെ, ഇവിടെ ഞാൻ ഈസ് നോട്ട് നൾ സീരീസ് ടൈറ്റിൽ 3ൽ ആണോ, നേരത്തെ ഇവിടെ സീരീസ് ടൈറ്റിൽ 3ൽ ഈസ് ഇവിടെ നല്ലായിരുന്നു. ഇപ്പോൾ ഇവിടെ നള്ളല്ലാത്ത വാല്യൂസ് വന്നു. അതിനാണ് ഈസ് നള്ളും ഈസ് നോട്ട് നള്ളും യൂസ് ചെയ്യുന്നത്. ഇനി ഇനി ഈഫ് നൾ എന്നുള്ള ഒരു കമാൻഡ് യൂസ് ചെയ്യാം. അതെന്തിനാ വെച്ചാൽ ഇപ്പൊ നേരത്തെ നമ്മള് ഈഫ് നൾ യൂസ് ചെയ്യുന്നത് ഇതൊന്ന് റൺ ചെയ്ത്, സോറി, ഇത് നമ്മൾ യൂസ് ചെയ്യുന്നത് വെച്ചാൽ സീരീസ് ടൈറ്റിൽ 3 ഇതിൽ നള്ള് ഉള്ളതാണ് നമ്മൾ
കണ്ടെത്തി നള്ളുള്ളത്. അപ്പോൾ ഈ നള്ളിന് പകരം എനിക്ക് ഏതൊന്ന് ഡാറ്റ ഫില്ല് ചെയ്യണം, അതിന് വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന കമാൻഡാണ് if null. അതെങ്ങനെയാ വെച്ചാൽ if null കമാൻഡ് ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യാം. നമുക്ക് ഇങ്ങനെയാണ് അത് ഉണ്ടാകുന്നത്. ഈ ഫസ്റ്റ് ഇഫ് നള്ളിട്ട് ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്തിട്ട് നമ്മൾ ഏത് കോളമാണോ ആ കോളം ഇവിടെ ചെയ്തു, എന്നിട്ട് കോമ ഇട്ടിട്ട് ആ കോളത്തിൽ എന്താണോ ഫില്ല് ചെയ്യേണ്ടത് അത് സിംഗിൾ കോട്ടിനുള്ളിൽ നമ്മൾ ചെയ്തു. അങ്ങനെയാണ് ഈഫ് നള്ള് യൂസ് ചെയ്യുന്നത്. ഉദാഹരണത്തിന് ഇത് ഇഫ് നൾ സ്റ്റേറ്റ്മെന്റ് എന്ന് വെച്ചാൽ ഓൾറെഡി നള്ള് ആയ വാല്യൂസ് ഉള്ള കോളംസിന് ആ നല്ല് വാല്യൂ നമ്മൾ ഡ്യൂപ്ലിക്കേറ്റ് കോളം എടുക്കുമ്പോൾ അതിനെ മാറ്റിയിട്ട് വേറൊരു വാല്യൂ ആയിട്ട് കൺവേർട്ട് ചെയ്യാൻ, അപ്ഡേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് യൂസ് ചെയ്യുന്നതാണ് ഇഫ് നൾ. ഇത് സെലക്ടിൻ്റെ ഒപ്പരാണ് ഇഫ് നൾ സ്റ്റേറ്റ്മെന്റ് എടുക്കുന്നത്. അപ്പോൾ നമുക്ക് നോക്കാം. സെലക്ട് ഫ്രം ഇവിടെ ഓവർസീസ് ട്രേഡ്, അതാണ് ഞാൻ ടേബിൾ സെലക്ട് ചെയ്യണം കേട്ടോ, ഓവർസീസ് ട്രേഡ്. ഓക്കെ, എന്നിട്ട് ഇതിൽ ഞാൻ സെലക്ട് ഓൾ എടുക്കുന്നു, കോമ. എന്നിട്ട് ഇതിൽ നള്ളുള്ളത് ഇവിടെ നമുക്കൊരു നള്ള് വരുന്നത് സീരീസ് ടൈറ്റിൽ 3 ഒരു 3 വാല്യൂ എനിക്ക് നള്ള് ഓൾറെഡി ഉണ്ട്, അതിലേക്ക് കൺവേർട്ട് ആക്കിയിട്ട് ഏതെങ്കിലും ഒരു വാല്യൂ പുതിയ കോളത്തിലേക്ക് നമ്മൾ ഉണ്ടാക്കുന്ന ഡ്യൂപ്ലിക്കേറ്റ് കോളം ഉണ്ടല്ലോ അതിലേക്ക് മാറ്റണം. അതിന് വേണ്ടിയാണ് ഇത് ഇഫ് നൾ യൂസ് ചെയ്യുന്നത്. if null open the bracket, then column name, ഇതിന്റെ column name ഇവിടെ ചെയ്തു. column name കോമ then സിംഗിൾ കോട്ടിൻ്റെ ഉള്ളിൽ ഞാൻ അതിനെ ഈ നള്ളിന് പകരം സീരീസ് ടൈറ്റിൽ 3ന്റെ ആ കോളനിക്ക് എന്താക്കണം, ABC എന്ന് കിട്ടും. ഓക്കെ, ABC എന്ന് കിട്ടും. അപ്പോൾ ഇതാക്കി, എന്നിട്ട് ഇതൊരു പുതിയൊരു കോളത്തിലാണ് ഇത് സേവ് ചെയ്യല്. അതിനെ ഞാൻ ന്യൂ സീരീസ് ടൈറ്റിൽ 3 എന്നുള്ള ഒരു കോളായിട്ട് സ്റ്റോർ ചെയ്ത് വെച്ചു. ഓക്കെ, അപ്പോൾ എന്നിട്ട് അതാണ് റൺ ചെയ്തത്. അപ്പോൾ ഇതിൽ ഡാറ്റാസ് വന്നിട്ടുണ്ടോ, ഫുൾ ഡാറ്റ വന്നിട്ടുണ്ട്. അപ്പോൾ എനിക്ക് ഫുൾ ഡാറ്റ വേണ്ട, അതിന് പകരം ഒരു ലിമിറ്റ് വെച്ചിട്ട് ഞാനൊരു 3 ലിമിറ്റ് 3. ഓക്കെ, ഞാൻ ലിമിറ്റുള്ള 3 വാല്യൂസ് വന്നിട്ടുണ്ട്. ഇതാ ഇവിടെ സീരീസ് ടൈറ്റിൽ 3ൽ ആക്ച്വൽ കോളത്തിൽ ഇത് 3 നള്ളാണ്. ഈ നള്ളിന് പകരം ഞാൻ ഇതിന് ഒരു വാല്യൂ ആയിട്ട് കൊടുത്തു ABC. അപ്പോൾ ഈ പർപ്പസിന് വേണ്ടിയിട്ടാണ് ഇഫ് നൾ. അപ്പോൾ ഇഫ് നൾ എന്നുള്ളതിൻ്റെ സിൻടാക്സ് എന്താണ്, സെലക്ടിൻ്റെ ഒപ്പരാണ് ഇത് യൂസ് ചെയ്ത് കൊടുക്കല് കൂടുതലായിട്ട്. വേറെ ക്ലോസിൽ യൂസ് ചെയ്യാം, പക്ഷെ അത് അതിനോട് വലിയ കാര്യമില്ല വേറെ ക്ലോസ് യൂസ് ചെയ്ത്. അപ്പോൾ ഇഫ് നള്ളിന് ചെയ്താൽ എന്നിട്ട് ഓപ്പൺ ദ ബ്രാക്കറ്റ് ചെയ്തിട്ട് ഏത് കോളമാണോ നമുക്ക് ഏത് കോളത്തിലെ നള്ളാണോ നമുക്ക് ചേഞ്ച് ചെയ്യേണ്ടത് ആ കോളത്തിൻ്റെ പേര് എഴുതുക, ദെൻ കോമഡ, എന്നിട്ട് സിംഗിൾ കോട്ടിൻ്റെ ഉള്ളിൽ നമ്മൾ എന്താണോ കൺവേർട്ട് ചെയ്താണ് ഉദ്ദേശിക്കുന്നത് ആ പേര് എഴുതുക. ഓക്കെ, അങ്ങനെയാണ് ഇവിടെ എഴുതിയത്. നിങ്ങൾക്ക് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. ഇവിടെ എഴുതിയത് കണ്ടല്ലേ, സെലക്ട് ചെയ്ത എന്നിട്ട് ഇഫ് നള്ളിന് എഴുതുക. ഇഫ് നള്ള് സീരീസ് ടൈറ്റിൽ നമ്മുടെ കോളത്തിൻ്റെ നെയിം, എന്തിലെ കോമ സിംഗിൾ കോട്ടിൻ്റെ ഉള്ളിൽ ഏതിലേക്കാണോ ഏത് പേരാണോ നമ്മൾ ഉദ്ദേശിച്ചത് ആ പേര് എഴുതുക. എന്നിട്ട് ആസ് ചെയ്തിട്ട് ആ പുതിയ കോളത്തിൻ്റെ പേര് എഴുതുക. ആസ് ചെയ്തിട്ടില്ലെങ്കിൽ എഫ് നോട്ട് നോ അങ്ങനെ എന്തെങ്കിലും ആയിട്ട് ഒരു കോളം അപ്പുറത്ത് വരും. ഓക്കെ, അത്രയേ ഉള്ളൂ നമുക്ക് ഇന്ന് പഠിക്കാനുള്ളത്. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, കൂടുതൽ ആളിലേക്ക് ഷെയർ ചെയ്യുക. പുതിയൊരു വീഡിയോ ആയി കാണുന്നവരേക്കും എല്ലാവർക്കും നന്ദി.